Okay. Question number 1. What is the most effective medication at the early stage of Alzheimer's disease? ഇവിടെ നോക്കിയിട്ട് ടെക്സ്റ്റ് എയില് ആ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് അല്ലെ, തേർഡ് ലൈൻ ആയിട്ട് സിംറ്റംസ് മേ ബി കൊഗ്നിറ്റീവ്, അഫക്റ്റിംഗ് മെമ്മറി, ലാംഗ്വേജ്, ജഡ്ജ്മെന്റ് ആൻഡ് പ്ലാനിംഗ്. Next one. Which procedure improve the mobility of the patients with AD? Physical therapy. നമുക്ക് ടെക്സ്റ്റ് ബിയില് ആ നാച്ചുറൽ മെത്തേഡ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിന് തൊട്ട് മുകളിൽ പറയുന്നുണ്ട് ഫിസിക്കൽ തെറാപ്പി ഇംപ്രൂവ് മൊബിലിറ്റി, സ്പീച്ച് ആൻഡ് ഡെയിലി ഫങ്ഷൻ. റീഡിംഗ് പാർട്ട് എയിൽ ടോപ്പിക്ക് വന്നിരിക്കുന്ന അൽഷിമേഴ്സ് ഡിസീസ് ആണ്. ടെക്സ്റ്റ് എയില് ഒരു ഓവർവ്യൂ പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റ് ബിയിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറയുന്നുണ്ട്. ടെക്സ്റ്റ് സിയില് സ്റ്റഡിയെ ഡിമെൻഷ്യ സ്റ്റഡിയെ പറ്റി പറയുന്നുണ്ട്. ഡിയില് എക്സസൈസ് ആൻഡ് അൽഷിമേഴ്സ് ഡിസീസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെഡിക്കേഷൻ അറ്റ് ഏർലി സ്റ്റേജ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ്? ആൻസർ വന്നിട്ട് കിട്ടിയായിരുന്നോ ബീറ്റ? നമുക്ക് ടെക്സ്റ്റ് ബിന്ന് ആൻസർ ലൊക്കേറ്റ് ചെയ്യാം അല്ലെ. ടെക്സ്റ്റ് ബിയില് ആ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നേരെ താഴെ നമുക്ക് മെഡിക്കേഷൻസ് പറയുന്നുണ്ട്. അവിടെ കോളിൻസ്ട്രൈസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ലൈന് പറയുന്നുണ്ട് മോസ്റ്റ് ഇഫക്റ്റീവ് അറ്റ് ഏർലി സ്റ്റേജ് ഓഫ് ഡിസീസ്. കിട്ടിയായിരുന്നല്ലോ എല്ലാവർക്കും അത്? സെക്കൻഡ് വൺ. Where did the study by the University of Washington was published? ആൻസർ എന്തായിരുന്നു? Delta. കിട്ടിയോ എല്ലാവർക്കും? ടെക്സ്റ്റ് ഡിയില് ആ ഒരു ഹെഡിങ്ങിന് താഴെ പറയുന്നുണ്ട് എക്സസൈസ് ആൻഡ് അൽഷിമേഴ്സ് ഡിസീസ്, യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ അനൽസ് ഓഫ് ഇന്റേണൽ മെഡിസിൻ. ഇവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം സെക്കൻഡ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കൊഗ്നിറ്റീവ് സിംറ്റംസ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ്? ആൻസർ ഫ്രം ടെക്സ്റ്റ് എ. ഇവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം ടെക്സ്റ്റ് എയില് ആ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് അല്ലെ, തേർഡ് ലൈൻ ആയിട്ട് സിംറ്റംസ് മേ ബി കൊഗ്നിറ്റീവ്, അഫക്റ്റിംഗ് മെമ്മറി, ലാംഗ്വേജ്, ജഡ്ജ്മെന്റ് ആൻഡ് പ്ലാനിംഗ്. കണ്ടോ, കൊഗ്നിറ്റീവ് സിംറ്റംസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അഫക്റ്റിംഗ് മെമ്മറി, ലാംഗ്വേജ് ആൻഡ് ജഡ്ജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് ആണ്. ഇവിടെ ടെക്സ്റ്റ് ചെയ്യുന്ന ലൊക്കേറ്റ് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് NRI സ്റ്റാൻഡ്സ് ഫോർ? ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് സിയിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നാഷണൽ ഏജിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് in bracket NRI has started recruiting volunteers for an Australian first study to assess whether physical activity can improve the memory. കണ്ടോ എല്ലാരും? ക്ലിയർ ആണോ ആ ക്വസ്റ്റ്യൻ ആൻസർ? നെക്സ്റ്റ് വൺ. Who was the lead researcher in the University of Washington study? Answer from text D. എവിടെ ലൊക്കേറ്റ് ചെയ്യാം? ഏത് ലൈൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് ഡിയില്? ആ ഒരു ലാസ്റ്റ് ലീഡ് റിസർച്ചർ ഡോക്ടർ എറിക് ലാർസൺ said walking for 50 minutes 3 times a week was enough to out the risk. കണ്ടല്ലോ? Next question. Who is supporting FABS2? എന്താണ് ആൻസർ? ടെക്സ്റ്റ് സിയിൽ പറയുന്നുണ്ട് ഒരു ഫിഫ്ത്ത് ലൈൻ ആയിട്ട്. അത് ഈ നമ്മുടെ Alzheimer's is also അല്ലെ, Alzheimer's Australia is also supporting fitness at the aging brain study too, known as FABS2. കണ്ടോ എല്ലാരും? Next, what are the behavioral and psychiatric symptoms of AD? Alpha. Next യില് സെക്കൻഡ് പാരഗ്രാഫിൽ സിംറ്റംസ് ലൊക്കേറ്റ് ചെയ്ത നെക്സ്റ്റ് ലൈൻ പറയുന്നുണ്ട് അല്ലെ, സെക്കൻഡ് പാരഗ്രാഫില് ഒരു ലാസ്റ്റ് ഒരു ഫിഫ്ത്ത് ലൈനൊക്കെ ആയിട്ട്. Behavioral and psychiatric symptoms such as emotional distress,
controlled outbursts and yelling and paranoia. കണ്ടല്ലോ paranoia. Yes, ma'am. 1 to 7 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ma'am. Eighth question നോക്കാം. How many subjects were there in the University of Washington study? എത്രയായിരുന്നു ആൻസർ? 1740. ആൻസർ നമുക്ക് അവിടെ ലൊക്കേറ്റ് ചെയ്യാം. Can locate the answer from text D plus bulletin. The study followed 1740 people aged 65 and older over a 6-year period. At the start of the study, none showed signs of dementia. ഇവിടെ നിന്നാണോ എല്ലാവർക്കും കിട്ടിയത്? കിട്ടിയില്ല. ഇപ്പൊ കണ്ടോ കിട്ടാത്ത ആള് സന്ധ്യ? Yes, ma'am. 9th question. What is the most popular physical activity in the physical activity program? Walking. 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 ടെക്സ്റ്റ് ബിയിൽ പറയുന്നുണ്ട് അല്ലെ? ടെക്സ്റ്റ് ബിയില് സെക്കൻഡ് പാരഗ്രാഫ് ലാസ്റ്റ് തേർഡ് ലൈൻ ആയിട്ട് പറയുന്നുണ്ട് walking is the most popular physical activity for older people. കണ്ടോ എല്ലാരും? Yes, ma'am. Next one. What is 10th question? Which procedure helped the patients cope with the trauma and loss? ഏത് പ്രൊസീജിയർ ആണ്? കൗൺസിലിംഗ്. എവിടെ ലൊക്കേറ്റ് ചെയ്യാം? ടെക്സ്റ്റ് ബിയിലെ പ്രൊസീജിയേഴ്സിലുണ്ടല്ലോ. ടെക്സ്റ്റ് ബിയിലെ പ്രൊസീജിയേഴ്സിന്റെ രണ്ടാളിൽ പറയുന്നുണ്ട് കൗൺസിലിംഗ് പറയുന്നുണ്ട് ഹെൽപ്പ് പേഷ്യൻസ് കോപ്പ് വിത്ത് ട്രോമ ആൻഡ് ലോസ്. Next one, who can advise medications and supportive measures for Alzheimer's disease? Doctor. നമുക്ക് ടെക്സ്റ്റ് എയിൽ പറയുന്നുണ്ട് അല്ലേ? സെക്കൻഡ് പാരഗ്രാഫില് ഒരു ലാസ്റ്റ് ഫോർത്ത് ലൈൻ ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ആൻഡ് സിവിയറിറ്റി ഓഫ് ദ സിംറ്റംസ് എ ഡോക്ടർ ക്യാൻ അഡ്വൈസ് വിച്ച് മെഡിസിൻ ആൻഡ് സപ്പോർട്ടീവ് മെഷേഴ്സ് മേ ഹെൽപ്പ്. ഇവിടെ നിന്നാണ് കിട്ടിയ എല്ലാവർക്കും? Next one, which procedure improve the mobility of the patients with AD? Physical therapy. നമുക്ക് ടെക്സ്റ്റ് ബിയില് ആ നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് തൊട്ട് മുകളിൽ പറയുന്നുണ്ട് ഫിസിക്കൽ തെറാപ്പി ഇംപ്രൂവ് മൊബിലിറ്റി സ്പീച്ച് ആൻഡ് ഡെയിലി ഫങ്ഷൻ. കണ്ടോ? 13. What can improve the brain function in older people? Regular exercise. നമുക്ക് ടെക്സ്റ്റ് സിന്ന് ലൊക്കേറ്റ് ചെയ്യാം അല്ലേ? ടെക്സ്റ്റ് സിയില് ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് തേർഡ് ലൈനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ? നോക്ക്. At the launch, Professor Nicola, who had the study, highlighted how her earlier research had shown that regular exercise improved brain function in older people. കണ്ടോ എല്ലാരും? ഇതിൽ ഡൗട്ട് ഉണ്ടോ? 1 to 30 എല്ലാം കിട്ടിയായിരുന്നു ആൻസർ? പറയാൻ പറ്റുമോ? 14 നോക്കാം. According to the dash, walking for 15 minutes 3 times a week can maximize the risk of AD. Minimize the risk of AD. ടെക്സ്റ്റ് ഡിയിൽ പറയുന്നുണ്ട് അല്ലേ? ലാസ്റ്റ് ബുള്ളറ്റിൻ അല്ലേ? ടെക്സ്റ്റ് ഡിയിൽ ലാസ്റ്റ് ബുള്ളറ്റിൻ. Researcher Dr. Eric Larson said walking for 50 minutes 3 times a week was enough to out the risk. കിട്ടിയായിരുന്നല്ലോ? എല്ലാവർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ അതില്?
ഇല്ല. 15 are dash are not enough to help families deal with the complex problem of AD. Education. Medications. Text Madam, C. several medications. ഇല്ല അങ്ങനെയല്ലടാ. സെവറൽ ടെക്സ്റ്റ് സിയില് സെക്കൻഡ് പാരഗ്രാഫ് നോക്ക്. സെവറൽ മെഡിക്കേഷൻസ് ആർ അവൈലബിൾ ടു ട്രീറ്റ് AD, but this is not enough to help families deal with this complex problem. സെവറൽ മെഡിക്കേഷൻസ് ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്, പക്ഷെ ഇതൊന്നും എന്തല്ല, ഇനഫ് അല്ല. സെവറൽ മെഡിക്കേഷൻസ് ഇനഫ് അല്ല എന്ന് പറയോ? മെഡിക്കേഷൻസ് ഇനഫ് അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, പക്ഷെ ഈ മെഡിക്കേഷൻസ് ഒന്നും എന്തല്ല, ഇനഫ് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. Several വേണ്ട. സെവറൽ വേണ്ട. Okay. Dashes, ginkgo biloba are used for treatment of AD. Herbs. നമുക്ക് ടെക്സ്റ്റ് ബിയില് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നാച്ചുറൽ മെത്തേഡ്സിൽ ഹെർബ്സ്. ഓപ്പോസിറ്റ് ആയിട്ട് ഗിങ്കോ ബിലോബ ആൻഡ് ഹെർപിൻസിൻ എ ആന്റി ഓക്സിഡന്റ് ഹെൽപ്പ് പ്രൊട്ടക്ട് ബ്രെയിൻ കോയിൽസ്. കിട്ടിയായിരുന്നോ? 17 dash is hoped to benefit people with a mild to moderate AD. Physical activity program. ഫിസിക്കൽ ആക്ടിവിറ്റി പ്രോഗ്രാം. നമുക്ക് ടെക്സ്റ്റ് സിയില് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ലാസ്റ്റ് ലൈൻ ആയിട്ട് the hope is that physical activity program will also benefit people with mild to moderate AD. കണ്ടോ? 18 contains antioxidants that help to protect the brain coils. Dash contain antioxidants. ഇതിലാണ് vitamins. Herbs ഇല്ലേ? ആൻസർ എന്താ? Herbs and vitamins ശരിയാവില്ലേ? മറ്റേ ഹെർബ്സിൽ ആന്റി ഓക്സിഡൻസ് ഇല്ലേ? പറയുന്നില്ലല്ലോടാ. പറയുന്നുണ്ടോ? ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ബ്രെയിൻ കോയിൽസിന്റെ കാര്യമല്ലേ? ഹെർബ്സിലെ ആന്റി ഓക്സിഡൻസ് പക്ഷെ അത് പറയുന്നുണ്ട് അല്ലേ? ഹെൽപ്പ് പ്രൊട്ടക്ട് ബ്രെയിൻ കോയിൽസ് രണ്ടിലും പറയുന്നില്ലേ മാം? ടെക്സ്റ്റ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വല്ലതും ആണോ? ഒരു സെക്കൻഡ് നോക്കോട്ടെ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. വൈറ്റമിൻസിൽ മാത്രമേ ഉള്ളേ പ്രൊട്ടക്ട് ബ്രെയിൻ കോയിൽസ്. ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണേ. ഹെർബ്സില് ആ ഒരു എ വരെ ഉള്ളൂ. ഹെർപിസിൻ എ വരെ ഉള്ളൂ കേട്ടോ. അതില് കണ്ടോണ്ട് കൺഫ്യൂഷൻ. അതെ മനസ്സിലായടാ. വൈറ്റമിൻസിൽ പറയുന്നുണ്ട് ആന്റി ഓക്സിഡന്റ് ഹെൽപ്പ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ കോയിൽസ്. കണ്ടോ എല്ലാരും? ആൻസർ വൈറ്റമിൻസ്. 19 at the start of the University of Washington study dash showed signs of dementia. None. None അല്ലെ? ടെക്സ്റ്റ് സിയിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ബുള്ളറ്റിൻ. The study followed 1,740 people aged 65 and older over 60-year period. At the start, the study none showed signs of dementia. കണ്ടോ? Next 120. Which one is affected by AD? Neurons in the brain are progressively destroyed. 60 first line പറയുന്നുണ്ട്. Which one is affected by disease? Neurons in the brain are progressively destroyed and the transmission of signals across the synapse is disrupted.